ബികോമിൻ്റെ ഫസ്റ്റ് സെമ്മിലെ പ്രധാനപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഓഫ്ലൈനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറേയൊക്കെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലോ ഓഫ്ലൈൻ ക്ലാസ് കോളേജിൽ പോയി അറ്റൻഡ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഓൾറെഡി ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഒന്നുകൂടെ ഒന്ന് തുറവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സർ അവള് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടേ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ക്ലാസ് ഓൾറെഡി ഒരു ക്ലാസ് ഇതിലെടുത്തതാണ്. പക്ഷെ അത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം റെക്കോർഡിങ് അത്ര ക്ലിയർ ആയില്ല. അപ്പം അതൊന്നുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അന്ന് ജോയിൻ ചെയ്യാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്യാണ്. അപ്പോൾ റെക്കോർഡിംഗ് ആയിരിക്കും ഈ ക്ലാസ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ക്ലാസ് പിന്നീട് കേൾക്കാവുന്നതാണ്. ഈ ക്ലാസ് അനുസരിച്ച് തന്നെ നിങ്ങൾ ഇതിൻ്റെ തിയറി കൂടെ പഠിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾക്ക് അറിയാലോ, ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ പാസ്സാവാൻ ഏറ്റവും നല്ലത് അതിൻ്റെ തിയറി കൂടി പഠിക്കുക. തിയറി സെപ്പറേറ്റ് നോട്ട്സ് ആയിട്ട് ഓൾറെഡി സോഫ്റ്റ്വെയറിലുണ്ട്, അയക്കേണ്ടവർക്ക് അയച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തിയറി പഠിച്ചാൽ, കുറച്ച് തിയറിയാണ് വരിക, ആ തിയറി പഠിച്ചാൽ അത് അതേപോലെ തന്നെ ഉണ്ടാവും എക്സാമിന്. തിയറി കൂടെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്. തിയറി മാത്രമാണ് ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യുക. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇവിടെ നമ്മൾ പഠിച്ചേക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ് എന്നതിനെ കുറിച്ചാണ്. അക്കൗണ്ടിങ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ് സംഭവം എന്ന് നമുക്കറിയാം. കണക്ക് എഴുതി വെക്കുന്ന പരിപാടിയാണ്, ബിസിനസ്സിൻ്റെ കണക്ക് എഴുതി വെക്കുന്ന ഒരു പരിപാടിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എക്സാമിന് എഴുതാൻ അതിനൊരു മീനിങ് വേണം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറയാൻ വളരെ എളുപ്പമാണ്. അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുവോ അതന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് മീനിങ് ആയി, അതിൻ്റെ ഡെഫിനിഷനുമായി. അക്കൗണ്ടിങ് is often described as the language of business. It's a systematic process identifying, measuring and communicating the economic information to help stakeholders make informed decisions. ഇത് ബിസിനസിൻ്റെ ലാംഗ്വേജ് ആണ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, തിരിച്ചറിയുക. ബിസിനസ്സിലെ കണക്കുകളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക, അതിനെ അളക്കുക, അതിനെ മെഷർ ചെയ്യുക. അതായത് പണം എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അളക്കുക, എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ 3 പണിയുണ്ട് ബിസിനസ്സിലെ അക്കൗണ്ടിങ്ങിൽ. ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് തിരിച്ചറിയുക, അത് നോട്ട് ചെയ്യാം. മെഷറിങ് അതൊരു നിശ്ചിത അളവിൽ നമ്മൾ എഴുതി വെക്കും. കമ്മ്യൂണിക്കേറ്റ് തന്നെ അത് പുറത്തുള്ളവരെ അറിയിക്കുകയും വേണം. ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പുറത്തുള്ളവരെ അറിയണം. അത് ആരാണെന്ന് നമുക്കറിയാം. ബിസിനസ്സിൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ട്. അത് പ്രധാനപ്പെട്ട ആൾക്കാർ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ആരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഷെയർ ഹോൾഡേഴ്സ് തന്നെ. ഷെയർ ഹോൾഡേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, വേറെ ഒരുപാട് പാർട്ടീസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മീനിങ് അക്കൗണ്ടിങ്ങിന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് ട്രാക്കിംഗ് ബിസിനസ് മണി. ബിസിനസ്സിൻ്റെ ധനം ട്രാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എങ്ങനെയൊക്കെ പോകുന്നു, എങ്ങനെയൊക്കെ വരുന്നു. നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നിങ്ങളൊരു ബിസിനസ് മാൻ ആവണം.
അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആവണം. ഒരു കമ്പനിയുടെ അക്കൗണ്ടന്റ് ആയിട്ട് ആണ് നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. It involves more than just writing down numbers. It's about organizing financial data so that owners, investors, and the government can understand how business is performing. കണക്ക് എഴുതി വെക്കാൻ എല്ലാവർക്കും പറ്റും. കണക്ക് പല രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ പല രീതിയിലും എഴുതുന്ന രീതിയല്ല അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പുറത്തുള്ള കുറച്ച് ആൾക്കാരിന് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വേണം അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ എഴുതിക്കാൻ. അതായത് ഒരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാക്കുക, അനുസരിച്ച് വേണം ഇത് എഴുതാൻ. എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് ചോദിച്ചാൽ, നമ്മൾ ജേണൽ എൻട്രിക്ക് എഴുതുമ്പോൾ റൂൾ ഉണ്ട്. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് എന്നൊക്കെ പറയുന്ന അതേപോലെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇതനുസരിച്ചിട്ട് വേണം എന്തെഴുതാൻ, ഈ ഡാറ്റ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ബിസിനസ്സിലെ വരവ് ചെലവ് കണക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ എഴുതി വെക്കുന്ന പരിപാടിയാണെന്ന് പറയാം. അത് എഴുതുന്നത് കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിന്റെ ഡാറ്റ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാകുകയും വേണം. ഈ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന് അക്കൗണ്ടിങ്ങിന് പല ആൾക്കാരും പല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ലൊരു ഡെഫിനിഷൻ നമുക്ക് ഇതന്നെ എടുക്കാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഇവർ കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ്, ഇതൊരു കലയാണ്, ഓഫ് റെക്കോർഡിങ്, എഴുതി വെക്കുന്ന ഒരു കല. നമ്മൾ വെറുതെ കണക്ക് എഴുതി വെക്കുന്നതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഒരു പ്രത്യേക രീതിയിൽ എഴുതി വെക്കുന്ന ഒരു കലയാണ്. എങ്ങനെ? ക്ലാസിഫൈ, റെക്കോർഡിംഗ് ഉണ്ട്, എഴുതുന്നതുണ്ട്, എഴുതിയതിന് ശേഷം അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തതിന് ശേഷം അതിനെ സമ്മറൈസ് ചെയ്യുന്നുണ്ട് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ കണക്കിലാണ് ഇത് എഴുതുക, അതായത് മണി വാല്യൂലാണ് എഴുതുക. 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ലക്ഷക്കണക്കായിരിക്കും, അതായത് മണി വാല്യൂ ആയിരിക്കും. ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ് which are in a part at least financial character. എന്ത് ഇടപാടും ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട് ദെയർ ഓഫ്. നമുക്ക് ഈ ഡെഫിനിഷൻ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എഴുതലാണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുക, റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. ഈ രേഖപ്പെടുത്തി വെക്കൽ ഒരു പണിയാണ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഒരു ഇടപാട് നടക്കുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യും? എഴുതി വെക്കും. ഒരു ബിസിനസ്സിൽ ഇടപാട് നടക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് എവിടെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ബിസിനസ്സിൽ ഇടപാട് നടക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് എവിടെ ആയിരിക്കും? പറയൂ. സോറി, ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് എവിടെ ആയിരിക്കും? അതെ, ജേണലിലാണ് എഴുതുക. ജേണലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജേണൽ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് നമ്മൾ അത് എഴുതി വെക്കും. അപ്പോൾ ജേണൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സെയില് നടന്നാൽ, ബിസിനസ്സിൽ ഒരു സെയില് നടന്നാൽ ജേണൽ എൻട്രി എന്തായിരിക്കും? അതും കൂടെ ഒന്ന് പറയും. ഒരു ബിസിനസ്, ഒരു കച്ചവടം നടന്നു ഒരു ബിസിനസ്സിൽ, അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? ക്യാഷിന്റെ സെയിൽ, ക്യാഷ് അക്കൗണ്ട് അറ്റൻഡ് ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കും. നെക്സ്റ്റ് ഒരു പർച്ചേസ് ആണ് നടന്നതെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റൻഡ് ടു ക്യാഷ് എന്ന് എഴുതും. അപ്പോൾ 2 എൻട്രി ആയി. 2 എൻട്രിയിൽ ശരിക്കും പറഞ്ഞാൽ അത് 4 എൻട്രി ഉണ്ട്, 4 ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ റെക്കോർഡിംഗ് ആണ്. ഇതേപോലെ ജേണൽ എഴുതുന്ന പണിയാണ്. ഈ ജേണലോടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ അടുത്ത സ്റ്റേജ് ക്ലാസിഫയിങ് ആണ്. ക്ലാസിഫയിങ് എന്താ? ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള ട്രാൻസാക്ഷനുകളെ ഒരു ബോക്സിലേക്ക് മാറ്റുക, ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇതിനാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം, അല്ലേ?
അതായത് ക്യാഷിൻ്റെ ഒരു ലെഡ്ജർ എടുത്തിട്ട് ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ക്യാഷിൻ്റെ ലെഡ്ജറിൽ നമ്മൾ മാറ്റി എഴുതും. സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രീസും സെയിൽസിൻ്റെ ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റി എഴുതും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ പണി ക്ലാസിഫയിങ് ആണ്. അത് തന്നെയാണ് ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത്, ക്ലാസിഫയിങ്. അപ്പോൾ റെക്കോർഡിങ് ക്ലാസിഫയിങ് ആയി എന്ന് പറഞ്ഞാൽ ജേണലും ലെഡ്ജറും ആയി. അതോടെ തീരുന്നില്ല, സമ്മറൈസിങ് ഉണ്ട്. സമ്മറൈസിങ് എന്താ? സമ്മറൈസിങ് ജേണലും ലെഡ്ജറും കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്താ? പ്രോഫിറ്റും ലോസും കണക്കാക്കുക. അതിന് മുന്നേ ഒരു പണിയുണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ടാക്കുക. അതായത് ലെഡ്ജറുകളുടെ എല്ലാ ലെഡ്ജറുകളുടെയും ടോട്ടൽ മാത്രം എടുത്തിട്ട് ഒരു പേജിലേക്ക് മാറ്റി എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു വർഷം എഴുതിയ ജേണൽ എൻട്രി, ഒരു വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ലെഡ്ജറും അതിൻ്റെ എല്ലാറ്റിൻ്റെയും ബാലൻസ് ഒരു പേജിൽ ഒതുങ്ങും. വലിയ കമ്പനിക്കാണ് 1-2 പേജിൽ അത് ഒതുങ്ങും. നമ്മൾ ജേണൽ എൻട്രി ഒരു വലിയ കട്ടി ബുക്കായിരിക്കും, ചിലപ്പോൾ 2-3 ബുക്കൊക്കെ യൂസ് ചെയ്യും ജേണൽ എൻട്രിക്ക്. ആ ജേണൽ എൻട്രി ഒക്കെ നമ്മൾ അങ്ങനെ നമ്മൾ ചെറുതാക്കുന്നതിനാണല്ലോ സമ്മറൈസിങ് എന്ന് പറയാം. ഒരു വർഷത്തെ മുഴുവൻ കണക്കിനെ ചെറുതാക്കിയിട്ട് ട്രയൽ ബാലൻസ് ആക്കും. ആ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൻ്റെ കൂടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം കണക്ക് കാണുന്ന ഒരു സാധനം കൂടി ഉണ്ട്. മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമല്ല, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും ലോസും ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, അതായത് ക്യാഷ് കൊടുക്കാനുള്ളവരും ക്യാഷ് കിട്ടാനുള്ളവരും, ദെൻ ലയബിലിറ്റിയും അസറ്റും, അവിടെ എത്ര ഫർണിച്ചർ ഉണ്ടെന്നും ഇതൊക്കെ കാണിക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അതെന്തായിരുന്നു? ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും എല്ലാറ്റിൻ്റെയും ഒരു സമ്മറൈസ്ഡ് രൂപമാണ് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇത് എന്ന് പറയാം. അപ്പോൾ റെക്കോർഡിങ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ജേണലും ലെഡ്ജറും ബാലൻസ് ഷീറ്റുമാണ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷന് നിങ്ങൾ എങ്ങനെയും കൂടെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, ഫിനാൻഷ്യൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വേറെ കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്, അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡെഫിനിഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചുമ്മാ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ആദ്യത്തെ ഡെഫിനിഷൻ തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി വെച്ചിട്ട് നോക്കുമ്പോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള രീതി നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. ആ ഡെഫിനിഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് തന്നെയാണ് ഡെഫിനിഷനുള്ളത്. അതായത് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇനി എന്താണ് റെക്കോർഡിംഗ് എന്ന് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമുണ്ടോ? റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമിന് ചോദിക്കാറുണ്ട് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ് സ്ഥാപനത്തിലും നടക്കുന്ന ഫിനാൻഷ്യൽ ഇടപാടുകളെ, ട്രാൻസാക്ഷൻസ് എന്നാണ് പറയാം, അതിനെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുക. ഇറ്റ്സ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. എന്താണ് ഈ ഒറിജിനൽ എൻട്രി? ഒറിജിനൽ എൻട്രി ഈസ് കാൾഡ് ജേണൽ എൻട്രി. ജേണൽ എൻട്രിയിൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ആദ്യമായി രേഖപ്പെടുത്തുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫയിങ്ങോ? അത് നേരത്തെ പറഞ്ഞു. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ വരുന്ന ട്രാൻസാക്ഷനുകളെ ഒരേ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് ക്ലാസിഫയിങ് എന്ന് പറയാം. തരംതിരിക്കുക എന്നർത്ഥം. ജേണലിൽ നോക്കിയാൽ ഏറ്റവും മേലെ സെയിൽസ് ഉണ്ടാവും, അതിൻ്റെ താഴെ റെൻറ്റ് കൊടുത്തതുണ്ടാവും, അതിൻ്റെ താഴെ വാടക കൊടുത്തതുണ്ടാവും, വാടക റെൻ്റ് തന്നെ. ദെൻ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കിട്ടിയതുണ്ടാവും, കമ്മീഷൻ കൊടുത്തതുണ്ടാവും, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ
എല്ലാം കൂടെ ഉള്ള ഒരു അവിയൽ പരുവാണ് ജേണൽ എൻട്രിയിൽ ഉണ്ടാവുക, ജേണൽ ബുക്കിൽ ഉണ്ടാവുക. ആ അവിയൽ പരുവത്തിലുള്ളതിൽ നിന്ന് ഓരോ ഐറ്റത്തിനെയും മാറ്റി മാറ്റി എഴുതുന്നതാണ് ക്ലാസിഫൈങ്. ആ ക്ലാസിഫൈങ്ങിന് പറയുന്ന പേരാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സ് എന്തിൻ്റെ ഈ പ്രോസസ്സ് പറയുമ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും, ക്രമത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിങ് ജേണൽ എൻട്രിയിൽ എഴുതുന്നതാണ്, ക്ലാസിഫൈങ് അതിനെ ജേണൽ എൻട്രിയിൽ നിന്നും ഒരേ രീതിയിൽ വരുന്ന ഡാറ്റയെ അതാത് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്ന സിസ്റ്റമാണ്. ഇതിനെ ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് പറയുക. ഇതിൽ സമ്മറൈസിങ്ങിലോ ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റിയ ഫിനാൻഷ്യൽ ഡാറ്റയെ അത് വലിയൊരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അതിനെ പെട്ടെന്ന് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന രൂപത്തിൽ സമ്മറൈസ് ചെയ്യുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ്ങിലാണ് നമ്മൾ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫൈനലി ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അതായത് മൊത്തം ഡാറ്റയെ ചുരുക്കുക. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ലെഡ്ജർ വലിയ കട്ടി ബുക്കാണെന്ന് പറഞ്ഞു. ജേണൽ വലിയൊരു കട്ടി ബുക്കാണ്. ഇതെല്ലാം കൂടെ മറിച്ച് നോക്കിയാൽ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ആർക്കും മനസ്സിലാവില്ല. അതിനെ ക്ലാസിഫൈ ചെയ്ത് ഒറ്റ പേജിലാക്കി ബാലൻസ് ഷീറ്റ് ആക്കിയാലാണ് മനസ്സിലാവുക. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ ചെറിയ ഫയലാക്കി മാറ്റും. അതാണ് സമ്മറൈസിങ്. അതിൽ ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് മാത്രമല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസും അതിൽ ഉൾപ്പെടും. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഈ 3 പ്രോസസ്സ് മാത്രമല്ല അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. ആ കിട്ടിയ ഡാറ്റ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ഇത് വെച്ചിട്ടൊരു പഠനമുണ്ട്, അതിനൊരു വിലയിരുത്തലുണ്ട്. അതിനാണ് അനാലിസിസ് എന്ന് പറയുക. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഇതിനെല്ലാറ്റിനും കൂടിയാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് അവസാനിക്കുന്നത് 5ാമത്തെ സ്റ്റേജോട് കൂടിയാണ്. അത് കമ്മ്യൂണിക്കേഷനാണ്. എന്തായിരിക്കും ഇവിടെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ? അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയപ്പോൾ സമ്മറൈസിങ്ങിൽ നമുക്കൊരു ബാലൻസ് ഷീറ്റ് കിട്ടും. ആ ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ആ ഫലം നമ്മൾ ശരിക്കും ഒരു ബിസിനസ് സ്ഥാപനം എന്തിനാണ് അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കാനാണ്. ലാഭമാണ് ഉണ്ടായത് എങ്കിൽ ആ ലാഭം എത്രയൊക്കെ വന്നു, അതെങ്ങനെ ഇനിയും കൂട്ടാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനം നടത്താൻ പറ്റും. ഇനി നഷ്ടമാണ് ഉണ്ടായതെങ്കിലോ, ആ നഷ്ടം എന്തുകൊണ്ട് വന്നു, എവിടെ വന്നു, എന്തൊക്കെ ലയബിലിറ്റിയാണ് നമുക്ക് കൂടുതൽ വന്നത് എന്നതിനെക്കുറിച്ചും വായിച്ച് പഠിച്ച് ആക്കണം. അത് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത വർഷത്തേക്കുള്ള പ്ലാനുകൾ ഒരു കമ്പനി എടുക്കുക. നല്ല ലാഭമുണ്ട് എങ്കിൽ ആ ലാഭത്തെ എങ്ങനെ നിലനിർത്താമെന്നും എന്തുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്, എന്തൊക്കെ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് കിട്ടിയതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നഷ്ടമാണ് വന്നതെങ്കിലോ ഇനി അത് തിരുത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ബാലൻസ് ഷീറ്റ് എന്നാണ് നമ്മുടെ കയ്യിൽ റെഡി ആവുക? മാർച്ച് 31-ന്. ഏപ്രിൽ 1-ന് നമ്മൾ കണക്ക് എഴുതാൻ തുടങ്ങും. മാർച്ച് 31-ന് നമ്മൾ കംപ്ലീറ്റ് ട്രയൽ ബാലൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് മാർച്ച് 31-ാം തീയതി ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. പിറ്റേന്ന് നേരം എടുത്താൽ ഏപ്രിൽ 1-ാം തീയതി ആയിരിക്കും. ആ ഏപ്രിൽ 1-ാം തീയതി ഈ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക, ഇനി ഈ കൊല്ലം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റും. സോ ബിസിനസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് അതിനെക്കുറിച്ച് തീരുമാനിക്കാനൊക്കെ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കാം. അതിനെ അങ്ങനെ നന്നായി പഠിക്കുന്നതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മറ്റുള്ളവരെ അറിയിക്കലാണ് കമ്മ്യൂണിക്കേഷൻ.
അപ്പോൾ നമുക്കിപ്പോൾ മാർച്ച് 31-ാം തീയതി നമ്മൾ എന്തുണ്ടാക്കി? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ ചിലപ്പോൾ ലോസ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹൈ പ്രോഫിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹൈ ലോസ് ആയിരിക്കും. ആരെയും കാണിക്കാണ്ട് മേശയിൽ കൂട്ടിയേക്കാനുള്ളതല്ല. ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പുറം ലോകത്തെ അറിയിക്കണം. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ബാലൻസ് ഷീറ്റ് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ അറിയിക്കണം. എന്ന് പറയാം സഫിയ. അറിയിച്ചാൽ അത് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവില്ലേ? അതുപോലെ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ ക്ഷണിക്കാൻ പറ്റും. അവര് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതൊന്നുകൂടി ഇതിന്റെ ആൾക്കാർ ബാലൻസ് ഷീറ്റ് പുറത്തു കൊടുക്കുന്നതുകൊണ്ട് പുറം ലോകത്ത് അറിയിക്കണം ഇത്. അതായത് നിർബന്ധമാണ് കമ്പനികൾ അവരുടെ ബാലൻസ് ഷീറ്റ് ആര് ചോദിച്ചാലും കൊടുക്കണം. പിന്നെ ഗവൺമെന്റിന്റെ മുന്നിൽ അവർ പറയാതെ തന്നെ സബ്മിറ്റ് ചെയ്യണം. ചില കമ്പനികളുടെയൊക്കെ ബാലൻസ് ഷീറ്റ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒക്കെ ബാലൻസ് ഷീറ്റുകൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം. ഏകദേശം ഒരു മാർച്ച് മാസമൊക്കെ ആകുന്ന സമയത്ത് വരുന്ന ന്യൂസ് പേപ്പറിൽ ഒരു പേജ്, ആ ഫുൾ പേജ് ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് കാണാൻ പറ്റും. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആ ബാങ്ക് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പേപ്പറിൻ്റെ ഒരു പേജ്, അതിൽ അസറ്റും ലയബിലിറ്റി ഒക്കെ കാണാം നമുക്ക് എഴുതിയിട്ട്. മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് അത് അങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് ചോദിക്കുന്ന സമയത്തും ഇത് കൊടുക്കണം. നമ്മുടെ ബിസിനസ്സിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ലോൺ ആവശ്യങ്ങൾക്കും മറ്റൊക്കെ എന്ത് ചെയ്യണം, ഇത് സബ്മിറ്റ് ചെയ്യണം. ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ബാലൻസ് ഷീറ്റ് ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് ആവശ്യപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് ചോദിക്കുകയാണ്, ആ ബാലൻസ് ഷീറ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണണം, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം. സോ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയാം. അപ്പോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് വളരെ എളുപ്പമാണ്. റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതിൻ്റെ തിയറി പോർഷനാണ്, അത് ഞാൻ പറയണില്ല കേട്ടോ. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് ഈ സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇൻവോയ്സ്, റെസിപ്റ്റ്. നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജേണൽ എൻട്രി എഴുതാമെന്നാണ് പറഞ്ഞത്. ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക ഒരാൾ? ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്. ഇപ്പോൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണ്. ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ് മാനേജറാണ്. എൻ്റർപ്രണർഷിപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ എൻ്റർപ്രണർ ആണ്, നിങ്ങളാണ് ഓണർ. അങ്ങനെ ആയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പം നിങ്ങൾ അക്കൗണ്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെ ജേണൽ എൻട്രി എഴുതും? സെയിൽസ് നടക്കുകയാണ്, നിങ്ങളെങ്ങനെ സെയിൽസ് നടന്നു എന്നറിയാം. നിങ്ങളൊരു റൂമിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, അക്കൗണ്ടൻറ്റിന് സെപ്പറേറ്റ് റൂം ഉണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്ന സെയിൽ നിങ്ങളെങ്ങനെ അറിയും? അതിന് കുറച്ച് ടൂൾസ് ഉണ്ട്. അതാണ് ഈ പറയുന്ന ഇൻവോയ്സ്, റെസിപ്റ്റ്, വൗച്ചർ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബില്ല് ഉണ്ടാവും. ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പാണ് വിചാരിക്കുക. അവിടെ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ബില്ലും കൊടുക്കുന്നുണ്ടാവും. ആ ബില്ലിന് 2 കഷ്ണം ഉണ്ടാവും. ഒരു കഷ്ണം കസ്റ്റമർ കൊണ്ടുപോകും, ഒരു കഷ്ണം അക്കൗണ്ടൻറ്റിനുള്ളതാണ്. നിങ്ങൾക്കത് ഒന്നിച്ചൊരു കെട്ടാക്കിയിട്ട് കൊണ്ടുവന്നൊരു അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് എഴുതുക? ജേണൽ എൻട്രി എഴുതുക. അല്ലെങ്കിൽ വൗച്ചർ നിങ്ങൾക്ക് കൊണ്ടുവന്നൊരു ക്യാഷ് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ വൗച്ചർ ഉണ്ടാവും, ഒരു പേപ്പർ ഉണ്ടാവും, അത് വെച്ചിട്ട് എൻട്രി ഇടാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ട്രാൻസാക്ഷനൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫൈങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ ഒരേ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു, ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെയാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. ക്യാഷ് വരുന്ന ഐറ്റമൊക്കെ ക്യാഷിൻ്റെ ലെഡ്ജറിലേക്ക് മാറ്റും. സമ്മറൈസിങ് എന്താണ്? ചുരുക്കി ഉണ്ടാക്കുക. അത് ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നതിനെ സമ്മറൈസിങ് എന്ന് പറയും.
അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി തീരുമാനം എടുക്കുന്ന പരിപാടിയാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മുടെ ബാലൻസ് ഷീറ്റ് അതിനെക്കുറിച്ച് വായിച്ച് അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം പുറത്തുണ്ട്. അവരിലേക്ക് ഈ സാധനം എത്തിക്കുക. അത് മാനേജർമാരുണ്ട്, ഡയറക്ടേഴ്സിന് കാണണം, ഓണേഴ്സിന് കാണണം, ഇൻവെസ്റ്റേഴ്സിന് കാണണം, ബാങ്ക്, ടാക്സ് അതോറിറ്റി, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ്, ഇവർക്ക് എല്ലാവർക്കും ഇത് കാണണം. അക്കൗണ്ടിങ് പ്രോസസ്സിനെ നിങ്ങൾക്ക് ഒരു ചാർട്ട് രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എവിടെയൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കാം. ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ഈ അക്കൗണ്ടിങ് സംവിധാനം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ടാക്സ് അക്കൗണ്ടിങ്ങിലും ഫോറൻസിക് അക്കൗണ്ടിങ്ങിലും ഉപയോഗിക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സാധാരണ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കാൻ, പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് പേര് സൂചിപ്പിക്കുന്ന പോലെ കോസ്റ്റ് കണക്കാക്കാൻ, അതായത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ ആൻഡ് മെറ്റീരിയൽ. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ഓരോ സാധനങ്ങളും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി വിറ്റാൽ ഒരു പക്ഷെ അതിൻ്റെ ചെലവ് കൂടും. അതുകൊണ്ട് അതിൻ്റെ വലിയ വില ഇട്ടാലേ നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുകയാണ്, ഒരു കമ്പനിയുടെ സോപ്പ്, നമ്മളൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അവിടെ സോപ്പ് നിർമ്മിക്കുകയാണ്. നമ്മൾ സോപ്പ് ഉണ്ടാക്കി വന്നപ്പോൾ ആ സോപ്പിൻ്റെ ലേബറും മെറ്റീരിയലും കറണ്ട് ബില്ലും ബിൽഡിങ്ങിൻ്റെ റെൻറ്റും ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഒരു സോപ്പ് 100 രൂപയ്ക്ക് വിറ്റാലേ ലാഭം കിട്ടുള്ളൂ. 100 രൂപ ചെലവ് വന്നു. അത് അപ്പോൾ 100 രൂപയ്ക്ക് സോപ്പ് നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചെലവ് കുറക്കണം. ചെലവ് കുറക്കാനുള്ള കുറേ ടെക്നിക്സുകളുണ്ട്. ആ ടെക്നിക്സ് കൈകാര്യം ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എങ്ങനെ ലേബർ കുറക്കാൻ പറ്റും, മെറ്റീരിയലിൻ്റെ ചിലവ് എങ്ങനെ കുറക്കാം, ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉൽപ്പാദനം നടത്താം എന്ന് പഠിപ്പിക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അവിടെ കോസ്റ്റിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ കുറേ ടൂൾസും അതിൻ്റെ കുറേ മെത്തേഡ്സും മനസ്സിലാവുണ്ടല്ലോ ഞാൻ പറയുന്നത്. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും, ഉൽപാദന ചെലവിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അക്കൗണ്ടിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നും, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിങ് ഉണ്ട്. അത് സ്ട്രാറ്റജിക് ഡിസിഷൻ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഉന്നതതല മാനേജ്മെന്റിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ, അതിനും അക്കൗണ്ടൻസി ഉപയോഗിക്കാം. അതിന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ് പേര്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാഭം നഷ്ടം കണക്കാക്കലൊന്നും ഇല്ല. മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ കുറേ റേഷ്യോസ് ആണ് അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, ചെലവ് എങ്ങനെ കുറക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ ടെക്നിക്സ് ആണ്. 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്തായിരിക്കും, ഇതും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ കണക്ക് കൂട്ടാനുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അതിനെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇനി ടാക്സ് അക്കൗണ്ടിങ് ഉണ്ട്. അത് ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ടാക്സ് എത്ര ശതമാനമാണ്, എങ്ങനെയാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് ടാക്സ്. ലാഭം ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. ഒരു ബിസിനസ്മാൻ ശ്രദ്ധിക്കേണ്ടത് ടാക്സ് കൊടുക്കാനല്ല, എത്ര ടാക്സ് റിഡക്ഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ടാക്സ് എത്ര ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതാണ് ബിസിനസ്സിന്റെ വിജയം. അത് കള്ളത്തരം ചെയ്തിട്ടല്ല, നമ്മുടെ അക്കൗണ്ടിങ് റൂൾസ് അനുസരിച്ച് തന്നെ ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ ടാക്സ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അതിന് ടാക്സ് അക്കൗണ്ടിങ്. ദെൻ ഫോറൻസിക് അക്കൗണ്ടിങ് ഉണ്ട്. ചില സമയത്തൊക്കെ എന്തെങ്കിലും കൃത്രിമം നടന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ അക്കൗണ്ടിങ് സംവിധാനം ഉപയോഗിക്കും. അവിടെയും നമുക്ക് വേണ്ടത് അക്കൗണ്ടിങ് ആണ്. കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുക, അപ്പോഴാണ് ഫോറൻസിക് എന്ന് നമ്മൾ പറയാം, അതിൻ്റെ തെളിവെടുക്കാൻ വേണ്ടി. അപ്പോൾ അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള ഫോറൻസിക് ആയിട്ടും കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം.
അപ്പോൾ ഇപ്പോൾ ഈ കണക്കിലൊക്കെ കൃത്രിമം കാണിച്ചാൽ വരുന്ന അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തന്നെ ചില ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, ED വരിക എന്ന് കേട്ടിട്ടില്ലേ? ഈ കണക്കിലൊക്കെ കൃത്രിമം കാണിച്ചാൽ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾക്ക് ഈ ഫോറൻസിക് ആയിട്ടും അക്കൗണ്ടിങ് യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, ഇത് പോയിന്റ് മാത്രം പറയുന്നുള്ളൂ. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് മോണിറ്ററി. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണക്കിൽ പറയലാണ്, കണക്കിൻ്റെ കാര്യമാണിത്. 2 ലക്ഷം 3 ലക്ഷം എന്ന് പറയുന്ന കുറേ കണക്കുകളാണ്. അത് പണത്തിൻ്റെ രൂപത്തിലാണ്, അതേപോലെ തന്നെ അളക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഇതിനെക്കുറിച്ച് ഇത് പറയുന്നുണ്ടാവുക. ഇതിൽ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ഇത് ഹിസ്റ്റോറിക്കലാണ്. എന്താ ഈ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തുള്ള ഒരു വിലയായിരിക്കും, എമൗണ്ട് ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ സഫിയ? ഇല്ല എന്നാണോ? മനസ്സിലായില്ല. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ആണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞു പോയ കാലത്തെ റെക്കോർഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടും പറയാറുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റ് ആവില്ല ഡാറ്റ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം ഒരു 10 മാസം മുമ്പ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 31-ാം തീയതി അവസാനിക്കാൻ പോവാം. നമ്മൾ കഴിഞ്ഞ ജനുവരി അല്ല, കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് മുതൽ നമ്മൾ കണക്ക് എഴുതുന്നുണ്ട്. ഏപ്രിൽ മുതൽ നമ്മൾ കണക്ക് എഴുതുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു കണക്ക് എഴുതി. അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നിങ്ങളൊരു ജ്വല്ലറിയിലെ അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. ജ്വല്ലറിയിലുള്ള ഗോൾഡിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ എഴുതി. അന്ന് നിങ്ങൾ എഴുതിയത് അന്നത്തെ വിലയാണ്, പഴയ വിലയാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായിരുന്ന ഗോൾഡിൻ്റെ വില നിങ്ങൾ എഴുതി വെച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? ഒരു 10 കിലോ സ്വർണ്ണം അവിടെ ഉണ്ട്. ആ 10 കിലോ സ്വർണത്തിൻ്റെ വില നിങ്ങൾ അവിടെ രേഖപ്പെടുത്തി. കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായ വിലയാണോ ഇപ്പൊ ജനുവരിയിലുള്ളത്? നിങ്ങൾ പറ. എത്ര വ്യത്യാസം വരും? ചെറിയ വ്യത്യാസമല്ല, കോടിക്കണക്കിന് രൂപ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റോക്ക് നിങ്ങൾ വാല്യൂ ചെയ്തപ്പോൾ ഇപ്പൊ അത് കിടക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന വില പഴയ വിലയാണ്, കോടിക്കണക്കിന് രൂപ താഴെയാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ ശരിക്കുള്ള സ്റ്റോക്കിന്റെ വില അതല്ല, അതിനേക്കാൾ കോടിക്കണക്കിന് രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ അത് വെച്ചിട്ടാണ് ഇനി എടുക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ നോക്കിയിട്ടാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അത് ശരിക്കുള്ള ബാലൻസ് ഷീറ്റ് അല്ല. അവിടെ ലിമിറ്റേഷൻ ആയിട്ടല്ല പറയുന്നത്, ഇത് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. നേരെ തിരിച്ചും സംഭവിക്കാം, വില കുറയാം. അപ്പോൾ ആ വില കൂടിയാലും കുറഞ്ഞാലും അതൊന്നും പരിശോധിക്കൂല. ഹിസ്റ്റോറിക്കൽ നേച്ചറിലാണ് ഇത് രേഖപ്പെടുത്തുക. ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിലയബിൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിൽ വളരെ കൃത്യമായിട്ടായിരിക്കും എഴുതുക. ബിസിനസ്സിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, എസ്പെഷ്യലി അക്കൗണ്ടിങ്ങിലും. അതായത് ഡിഫറെൻ്റ് എൻറ്റിറ്റി എന്നാണ് പറയാം. ബിസിനസ്സിനൊരു എൻറ്റിറ്റിയാണ്, അത് അതിൻ്റെ ഓണറിൽ നിന്ന് വിഭിന്നമാണ്. ഞാൻ തുടങ്ങിയ ബിസിനസ്സാണ് വിചാരിക്കുക, ഞാനൊരു 1 കോടി രൂപ കൊണ്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. ഞാനത് സ്റ്റാർട്ട് ചെയ്തു, ഞാനൊരു അക്കൗണ്ടൻറ്റിനെ വെച്ചു, അത് നടത്തി കഴിഞ്ഞു. ഇപ്പോൾ എനിക്കൊരു 100 രൂപ വേണം, എനിക്കൊരു ചായ കുടിക്കാൻ പോകണം, 100 രൂപ വേണം. എൻ്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് എടുക്കാൻ കഴിയില്ല.
അതിനി എനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ? അക്കൗണ്ടന്റിനെ കണ്ട് പെർമിഷൻ വാങ്ങി ഒരു വൗച്ചർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ചായ കുടിക്കാൻ 100 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു. അക്കൗണ്ടന്റ് അത് ഒപ്പിട്ട് എൻട്രി ഇട്ട് ഒരു ബില്ല് നമ്മുടെ കയ്യിൽ തന്ന് ക്യാഷ്യറോട് പോയി വാങ്ങാൻ പറയും. അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. എൻ്റെ ബിസിനസ്സാണ്, ഞാനിട്ട പൈസയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പുറത്തായി. സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. എന്തിനാണെന്ന് വെച്ചാൽ അത് ഒബ്ജക്റ്റീവും റിലയബിളും ആവാനാണ്. അതായത് 5 പൈസ ബിസിനസ് എടുക്കുകയാണെങ്കിൽ അത് കണക്കിൽ കാണണം. അത് ഞാനായാലും ശരി, ആരായാലും ശരി, ബിസിനസ് തുടങ്ങിയ ആളായാലും ശരി. സോ ഒബ്ജക്റ്റീവ് ആൻഡ് റിലയബിൾ ആയിരിക്കും, കണക്കിൽ വളരെ കൃത്യമായിട്ട് ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ദെൻ റെലവൻ്റ് ആൻഡ് ടൈമിലി, കറക്റ്റ് ടൈമിലായിരിക്കും ഓരോന്ന് ക്ലോസ് ചെയ്യുക. അതായത് ഒരു സമയമുണ്ട് എല്ലാറ്റിനും, സ്റ്റാർട്ട് ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ. അത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും. ഏപ്രിൽ 1-ന് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 31-ാം തീയതി അവസാനിക്കും. ദെൻ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്, ഇത് റെഗുലേറ്ററി അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട ഒരു വർക്കാണ് അക്കൗണ്ടിങ് വർക്ക് എന്ന് പറയുന്നത്. മറ്റൊന്ന് കോൺഫിഡൻഷ്യൽ ആൻഡ് സെക്യൂർ. അക്കൗണ്ടിങ് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ബാലൻസ് ഷീറ്റൊക്കെ പുറത്തേക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കോൺഫിഡൻഷ്യൽ ആണ്. നമ്മുടെ എല്ലാ കണക്കും പുറത്തേക്ക് അറിയിക്കണമെന്നില്ല. എല്ലാ ബിസിനസ്സുകാരും അവരുടെ കണക്ക് കുറേയൊക്കെ സീക്രട്ട് ആയിട്ട് വെക്കുക. പ്രോഫിറ്റ് ഒന്നും യഥാർത്ഥ പ്രോഫിറ്റ് അല്ല പുറത്ത് കാണിക്കുക. യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് PBIT ഒക്കെ എന്ന് പറയും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആദ്യം ഒരു ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിന്ന് വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആ പ്രോഫിറ്റിനെ ഒന്നും കൂടെ ഒതുക്കി ചെറുതാക്കിയിട്ട് വീണ്ടും ചെറുതാക്കിയിട്ടാണ് നമ്മൾ പുറത്ത് കാണിക്കുക. യഥാർത്ഥ പ്രോഫിറ്റ് ആ ബിസിനസ് സ്ഥാപനത്തിന് മാത്രമേ അറിയുള്ളൂ. അത് പുറത്തേക്കൊന്നും വിടൂല. അത് കോൺഫിഡൻഷ്യലാണ്. അക്കൗണ്ടിങ്ങിലും അങ്ങനെ തന്നെയാണ്, കുറച്ചൊക്കെ രഹസ്യമുണ്ട് എന്നർത്ഥം. ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ നേച്ചർ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും? പഴയ വിലയിൽ റെക്കോർഡിംഗ് കാരണം കൊണ്ട് ഇന്നത്തെ ഒരുപാട് നഷ്ടം വരും. എപ്പോഴും പഴയ വിലയിലായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുക. മറ്റൊന്ന് കഴിഞ്ഞു പോയ കാലത്തെ ഉള്ളൊരു നോട്ടം മാത്രമാണിത് എന്ന് പറയാം, ഹിസ്റ്റോറിക്കൽ നേച്ചർ. ദെൻ അതേപോലത്തെ ഒരു സാധനം തന്നെയാണ് ഇഗ്നോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്, ഇൻഫ്ലേഷൻ. പ്രൈസിൽ മാറ്റം വരുന്നതൊന്നും പരിഗണിക്കുന്നില്ല, അതിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. ദെൻ എക്സ്ക്ലൂഷൻ ഓഫ് നോൺ മോണിറ്ററി ക്വാളിറ്റേറ്റീവ് ഫാക്ടർ. അക്കൗണ്ടന്റിൽ ആകെ കണക്ക് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെ കണക്കേ ഉള്ളൂ, വേറെ ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ വായിൽ ആകെ എന്തേ ഉണ്ടാവുള്ളൂ? 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം, ആ കണക്കേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു ബിസിനസ്സിൽ നമ്മൾ ഈ കണക്ക് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ കൂടി കൈകാര്യം ചെയ്യണം, നോൺ മോണിറ്ററി. ആ നോൺ മോണിറ്ററിക്ക് പ്രാധാന്യം. ഇപ്പം അക്കൗണ്ടന്റ് എപ്പോൾ ചോദിച്ചാലും നമ്മളോട് ബില്ല് വയ്ക്കും, അത്ര രൂപയായി, എത്ര ആയി, എത്രയ്ക്ക് ഇത്ര ബാക്കിയുണ്ട്, കണക്കിൻ്റെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ആകുമ്പം നമ്മൾ എപ്പോഴും പണത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റൊന്ന് നോക്കണം എന്നർത്ഥം. Then based on estimate personal judgments. ഈ ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, കുറേ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ്ങിൽ വെറും എസ്റ്റിമേഷനാണ്. അതായത് ഇപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു കണക്കൊക്കെ ഇടും, അതൊന്നും യഥാർത്ഥ കണക്കല്ല. അടുത്ത വർഷം നമുക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കാനും പറ്റും, അതും യാഥാർത്ഥ്യമല്ല. പലപ്പോഴും അതിനൊക്കെ വിഭിന്നമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക. അക്കൗണ്ടന്റ് ഉണ്ട്, അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നത് കൊണ്ടൊന്നും ബിസിനസ് വിജയിച്ചോളണം എന്നില്ല എന്നർത്ഥം. പൊട്ടൻഷ്യൽ ഫോർ വിൻഡോ ഡ്രസ്സിങ്.
വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഷോ കാണിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ നമ്മളൊരു അക്കൗണ്ടന്റിനെ വെക്കുന്നത് ഒരു ഷോ കാണിക്കലാണ്. അതുകൊണ്ട് സ്ഥാപനം വിജയിച്ചോളൊന്നുമില്ല. നിങ്ങൾക്ക് വിൻഡോ ഡ്രസ്സിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ വിൻഡോ ഡ്രസ്സിംഗ്? സുമയ്യ, ഐഡിയ ഉണ്ടോ? വിൻഡോ ഡ്രസ്സിംഗ് ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? പറയാൻ പറ്റുമോ? സഫിയ? അതായത് ഇപ്പൊ കമ്പനിയില് അതായത് ഇപ്പൊ ഒരാളുടെ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും പുറത്തേക്കുള്ള പോലെ കാട്ടി നടക്കുക, അതാണോ? അതെ, ഒരു കണക്കിന് അങ്ങനെയാണ്. അപ്പോൾ ഈ വാക്ക് വന്നതന്നെ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ ഇതിന്റെ കാര്യം മനസ്സിലാവും. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് വിൻഡോയിൽ ഡ്രസ്സ് കാണിക്കലാണ്. അതായത് ടെക്സ്റ്റൈൽസുകാരൊക്കെ ആ കടയിലെ ഏറ്റവും നല്ല ഡ്രസ്സ് എന്ത് ചെയ്യും? പുറത്ത് ഗ്ലാസ്സിൽ വെക്കും. ഉള്ളിൽ കയറിയാൽ അതൊന്നും ഉണ്ടാവില്ല. ആ പുറത്ത് കാണുന്ന വിൻഡോയിലുള്ളത് നല്ല ഭംഗിയുള്ളതായിരിക്കും, ഉള്ളിൽ കയറിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഷോ മാത്രമാണ്. അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെയാണ്. വെറുതെ ഒരു ഷോ ആണ്. അക്കൗണ്ടന്റ് അയാളൊന്നല്ല ബിസിനസ് കൊണ്ടു നടക്കുന്നതും, അക്കൗണ്ടന്റ് ഉള്ളത് കൊണ്ടല്ല ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതൊന്നും. പക്ഷെ എന്നാലത് വേണം എന്നതാണ്. അപ്പോൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ടന്റ് അവിടെ ഇരുന്നിട്ട് കണക്കൊക്കെ എഴുതി ഉണ്ടാക്കുന്നുണ്ടാവും. വിൽക്കുന്നതും വാങ്ങുന്നതും റെന്റ് കൊടുക്കുന്നതൊക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സെഫിയ എൻ്റെ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. സെഫിയ അവിടെ ഇരുന്നിട്ട് കുറേ കുത്തി കുറിച്ച് എഴുതിണ്ടാവും. എന്നിട്ട് ഇത് എന്തിനാണെന്ന് പറഞ്ഞത്? ഗവൺമെന്റിനെ കാണിക്കാനും മറ്റുള്ളവരെ കാണിക്കാനൊക്കെയാണല്ലേ. എന്നാൽ സെഫിയ ഉണ്ടാക്കുന്ന കണക്കൊന്നും അല്ല ഗവൺമെന്റിനെ കാണിക്കുക. അതൊക്കെ അവിടെ പൂർത്തി വെക്കും. എന്നിട്ട് ഞാൻ സീക്രട്ടായിട്ട് വേറൊരു കണക്കുണ്ടാക്കും. അത് സി എക്കാരനെ കൊണ്ട് ഒപ്പിടിക്കും. സി എക്കാരനാണ് അത് ഉണ്ടാക്കി തരിക. അതാണ് ഗവൺമെന്റിന്റെയും പുറത്തൊക്കെ കാണിക്കുക. ഇതിൻ്റെ ഒരു രഹസ്യമാണ്. ഓക്കെ, എല്ലാ കമ്പനികളുടെയും ഒരു രഹസ്യമാണ് അത്. നിങ്ങൾ ഉണ്ടാക്കുന്ന കണക്കൊന്നുമല്ല, അക്കൗണ്ടന്റ് ഉണ്ടാക്കുന്ന കണക്കൊന്നുമല്ല പുറത്ത് കാണിക്കുന്നത്. അത് കാണിച്ചാൽ അതിന് ടാക്സ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് എ വിൻഡോ ഡ്രസ്സിങ്. ദെൻ അഗ്രിഗേറ്റ് ഇൻഫർമേഷൻ ആണ്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരമൊന്നും അതിനില്ല, വെറുതെ എഴുതി വെക്കുകയാണ്. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ്, ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്. അതാരൊക്കെയാണ്? കമ്പനീൻ്റെ ഉള്ളിലുള്ള കുറേ ആൾക്കാർക്ക് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടണം. അത് ഓണർമാരും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ദെൻ മാനേജ്മെൻറ്റും ഡയറക്ടേഴ്സും ഉണ്ട്. എംപ്ലോയീസ് ആൻഡ് ലേബർ യൂണിയൻ, ഇവർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ വിവരത്തെക്കുറിച്ച് അറിയണം. എക്സ്റ്റേണൽ യൂസേഴ്സ് ആരാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നമുക്ക് കടം തന്ന ആൾക്കാർ, കടം വാങ്ങുന്ന ആൾക്കാർ, ഗവൺമെൻറ്റും ടാക്സ് അതോറിറ്റിയും കസ്റ്റമറും, ഇതൊക്കെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. പബ്ലിക്കിനും അറിയണം. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ് ലൈവായിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയാക്കിയിട്ട് ഇടാം. ഓക്കെ, ഇത്രയാണ് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. തിയറി ഉണ്ടാവും, തിയറി നന്നായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നല്ല ടൈറ്റ് പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത്